സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സിയുടെ മോഹപക്ഷികൾ തുടരുന്നു. അധ്യായം 6. തന്നെയും മൈക്കിൾ സാറിൻ്റെ ഭാര്യയെയും ചേർത്ത് ഒരു സ്കാൻഡൽ ഉണ്ടായിട്ടുണ്ടല്ലോ. കാപ്പി മുത്തി കുടിക്കുന്നതിനിടയിൽ പ്രഭാകരൻ ചോദിച്ചു. ജോൺസ് പതറി. എന്ത് സ്കാൻഡൽ? ആ സ്ത്രീ നിന്നെ കാണാൻ വരാറുണ്ടെന്നും മറ്റും. ജോൺസ് മിണ്ടിയില്ല. സംഗതി ശരിയാണോ? അതെ, വല്ലപ്പോഴും വരാറുണ്ട്. ഓഫീസിലൊക്കെ ആളുകൾ ചെവി കടിച്ചു പറിക്കാൻ തുടങ്ങി. താൻ അറിഞ്ഞുകൊണ്ട് കഞ്ഞിയിൽ കല്ല് വീഴിക്കുകയാണ്. മൈക്കിൾ സാർ വെറുതെ ഇരിക്കുമെന്ന് താൻ കരുതുന്നുണ്ടോ? എന്താണ് വേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ആകെ നശിച്ചു കഴിഞ്ഞു. ജോൺസ് നിരാശയോടെ പുലുമ്പി. താനൊരു ഭീരു. മനുഷ്യന് കുറേയൊക്കെ തൻ്റെ ഇടം വേണം. ആശിക്കുന്നതെല്ലാം സംഭവിക്കാറില്ല. പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയണം. തനിക്ക് ആ സ്ത്രീയോട് താല്പര്യമൊന്നുമില്ലെങ്കിൽ ഇനി കാണാൻ വരരുത് എന്ന് പറഞ്ഞാലെന്ത്? അവളുടെ സ്നേഹത്തിൻ്റെയും കണ്ണീരിൻ്റെയും മുമ്പിൽ തളർന്നു പോവുകയാണ്. കുറ്റബോധം കാരണം തടയാൻ കഴിയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, തൻ്റെ ഇടം വേണമെന്ന്. തൻ്റെ ജീവിതമാണ് തനിക്ക് വലുതെങ്കിൽ അതിനായിട്ട് ജീവിക്കുക. തന്നെ സ്നേഹിക്കുന്ന സ്ത്രീകളെ എല്ലാം സ്നേഹിക്കാൻ തനിക്ക് കഴിയുമോ? ദുഃഖിക്കുന്ന സ്ത്രീകളെ എല്ലാം ആശ്വസിപ്പിക്കാൻ സാധിക്കുമോ? പിന്നെ കുറ്റബോധം, അത് മറന്നേക്കുക. ആ സ്ത്രീയെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ ഇത്രയധികം മനക്കടി ഉണ്ടാകേണ്ട കാര്യമെന്ത്? ലോകത്തെല്ലാ മനുഷ്യരും ഇങ്ങനെ കുറ്റബോധമുള്ളവരായിരുന്നെങ്കിൽ വ്യഭിചാരികളും വേശ്യകളും തുടരുമായിരുന്നില്ലല്ലോ. അതല്ല, താൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവളെ സ്വീകരിക്കുക. തൻ്റെ നാട്ടിലെ ബന്ധം ഏതായാലും തകർന്നു. നിർമ്മലയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവളെ കൊണ്ട് ഡൈവോഴ്സ് ചെയ്യിക്കുക. മൈക്കിൾ സാറിൻ്റെ സെക്ഷൽ വീക്ക്നെസ് കോടതിയിൽ തെളിയിക്കാൻ അവൾക്ക് കഴിയുമല്ലോ. എന്നിട്ട് താൻ അവളെ വിവാഹം കഴിച്ച് ഒപ്പം ജീവിക്കുക. ഇപ്പോഴത്തേത് നാണം കെട്ട വ്യഭിചാരമാണ്. ജോൺസ് നിഷേധാർത്ഥത്തിൽ തലയാട്ടി. വീട്ടിൽ എതിർപ്പുണ്ടാവുമെന്നാണോ? എടോ, ലോകത്തിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും സാധ്യമല്ല. അവനവൻ്റെ മനസാക്ഷിയുടെ വിളി കുറച്ചെങ്കിലും കേൾക്കണം. അവനവന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാനുള്ള തൻ്റെ ഇടം വേണം. ജീവിതം മനുഷ്യരോട് അതാണ് ആവശ്യപ്പെടുന്നത്. നിർമ്മലയെ വേണമെങ്കിൽ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരൂ. അത് സാധ്യമല്ല. ജോൺസ് കൈ വീശി വിലക്കിക്കൊണ്ടു പറഞ്ഞു. എന്തുകൊണ്ട്? അതൊരിക്കലും. അതാണ് ഞാൻ പറഞ്ഞത്, താൻ തികഞ്ഞ ഭീരുവാണെന്ന്. തനിക്ക് അവളെ വേണം, സ്വീകരിക്കാൻ വയ്യ, കൈവിടാൻ മനസ്സുമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പ്രഭാകരനെ ശുണ്ടി കയറി. ടംബ്ലർ മേശപ്പുറത്ത് അടച്ചു വെച്ചിട്ട് അയാൾ എഴുന്നേറ്റു. എന്നാൽ പോയി ആത്മഹത്യ ചെയ്യണം. തനിക്കൊന്നും ജീവിക്കാൻ അവകാശമില്ല. രണ്ടുപേരും റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്തു കടന്നു. ഞാൻ പോകുന്നു. പ്രഭാകരൻ അയാളുടെ വഴിക്ക് പോയി. ജോൺസ് വീട്ടിൽ ചെന്ന് കുളിച്ചു. അതിനുശേഷം അത്താഴമുണ്ടാക്കാനുള്ള പണി തുടങ്ങി. സന്ധ്യ ആയപ്പോഴേക്കും എല്ലാം ശരിയായി. കാറിൻ്റെ ഹോൺ. അയാൾ പെട്ടെന്ന് കൈ തുടച്ചുകൊണ്ട് മുറിയിലേക്ക് വന്ന് ലൈറ്റ് ഇട്ടു. നിർമ്മല തെളിഞ്ഞ പുഞ്ചിരിയോടെ കയറി വന്നു. ജോൺസ് ഉറങ്ങുകയായിരുന്നു. അല്ല, വരാന്തയിൽ വെളിച്ചം കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഇപ്പോഴാണ് ലൈറ്റ് ഇട്ടത്. ഞാൻ അടുക്കളയിലായിരുന്നു. ചോറും കറിയും ഒക്കെ വെച്ചോ? നിർമ്മല അടുക്കളയിൽ കയറി ഒന്ന് ചുറ്റി തിരിഞ്ഞിട്ട് എന്തോ എടുത്ത് ചവച്ചുകൊണ്ട് മുറിയിലേക്ക് വന്ന് വാതിലടച്ചു. അനന്തരം കട്ടിലിൽ ജോൺസിൻ്റെ അരികിലിരുന്നു. ഞാൻ വീട്ടിലേക്ക് പോയി. അത് കാരണമാണ് ഒരാഴ്ചയായിട്ട് വരാഞ്ഞത്. ഇപ്പോൾ വരുന്ന വഴിയാണ്. ജോൺസ് മൂളി. എന്താ ഒരു മ്ലാനത? സുഖമില്ലേ? ഏയ്, ഒന്നുമില്ല. പിന്നെ ഞാൻ കാണാത്ത ആളൊന്നുമല്ലല്ലോ. ജോൺസിന് എന്താ ഇത്ര വലിയ ദുഃഖം? ഈയിടെയായിട്ട് നിരാശ ബാധിച്ചതുപോലെ. ജോൺസ് ഏതാനും നിമിഷം വീർപ്പടക്കിയിരുന്ന ശേഷം പറഞ്ഞു. ഓഫീസിലൊക്കെ നമ്മളെ ചുറ്റിപ്പറ്റി അപവാദം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതാണോ കാരണം? നിർമ്മല നിസ്സാരമട്ടിൽ ചിരിച്ചു. അയാളുടെ തോളിലേക്ക് ചാരിയിരുന്ന കഴുത്തിലൂടെ കൈ ചുറ്റിക്കൊണ്ട് അവൾ മന്ത്രിച്ചു. ആളുകൾ അവർക്കിഷ്ടമുള്ളത് പറയട്ടെ. മൈക്കിളും അറിഞ്ഞിട്ടുണ്ടാവും. അറിയട്ടെ, അതാണ് എനിക്ക് സന്തോഷം. ആര് ചോദിച്ചാലും ഞാൻ ഇത് തന്നെ പറയും. നിർമ്മലയ്ക്ക് ഇതെല്ലാം നിസ്സാരം. ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പൊടിയും തട്ടി ഞാൻ വീട്ടിലേക്ക് മടങ്ങേണ്ടി വരും. എൻ്റെ ഭാവിയാണ് തകരുന്നത്. നിർമ്മല അയാളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നിട്ട് കൈത്തലങ്ങൾ എടുത്ത് കവിളിൽ ചേർത്തു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ജോൺസ് എന്ത് ചെയ്യണമെന്നും അറിയാം. ഈ പേടിയും നിരാശയും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് പഴയതുപോലെ ഒന്ന് സ്മാർട്ടാവും. എനിക്കത് കണ്ടാൽ മതി. ജോൺസ് വിഷാദത്തോടെ മന്ദഹസിച്ചു. നിർമ്മല വികാരവായ്പോടെ സ്വരം താഴ്ത്തി പറഞ്ഞു. ഞാൻ തീർന്നാലും ജോൺസ് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയാൾ അവളുടെ മുടിയിൽ മെല്ലെ തലോടി. നിർമ്മല ശിരസ് ഉയർത്തി കഴുത്തിലൂടെ കൈയിട്ട് ഗാഠമായി ആശ്ലേഷിച്ചു. ചുംബിച്ചുകൊണ്ട് മന്ത്രിച്ചു. എന്നെ ജോൺസിനെ വിശ്വസിക്കാം, പൂർണ്ണമായും. ജോൺസ് അവളുടെ ചൂടിൽ, ചുംബനങ്ങളിൽ, വികാരങ്ങളിൽ അലിഞ്ഞില്ലാതായി. കായലിൽ നിന്നുള്ള കാറ്റ് ജനലിലൂടെ തള്ളി കയറിക്കൊണ്ടിരുന്നു. നിർമ്മല കണ്ണാടിയിൽ നോക്കി. ചുണ്ട് കടിച്ചു പിടിച്ചു. അയാൾ താറുമാറായിരിക്കുന്ന മുടി ചീകിയൊതുക്കി. അത് കഴിഞ്ഞ് അടുക്കളയിൽ കടന്നു. ജോൺസ് എഴുന്നേറ്റ് ചെന്നപ്പോഴേക്കും അവളെല്ലാം വിളമ്പിക്കഴിഞ്ഞിരുന്നു.
രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഊണ് കഴിച്ചു. ഒടുവിൽ നിർമ്മല പോകാനിറങ്ങി. സമയം വളരെയായി. ഗുഡ് നൈറ്റ്. കാറിനരികിൽ വരെ അവളെ അനുഗമിച്ച ശേഷം അയാൾ തിരിച്ചു വന്ന് വാതിലടച്ചു. ലൈറ്റ് അണച്ചു കിടന്നു. ഹൃദയത്തെ ഞെരിച്ചു കളയും വിധം ഭാരമേറിയ ഒരു കല്ല് നെഞ്ചിന് മീതെയുണ്ടെന്ന് അയാൾക്ക് തോന്നി. യാത്ര തുടരുകയാണ്. ഒരു തെറ്റിൽ നിന്നും മറ്റൊരു തെറ്റിലേക്ക്, തെറ്റുകളുടെ അഗാധ ഗർത്തത്തിലേക്ക്. നിർമ്മലയെ കാണരുതെന്നും അവൾ ഇവിടെ വരുന്നത് വിലക്കണമെന്നും എത്രയോ വട്ടം തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ തീരുമാനങ്ങൾ ഉലഞ്ഞു പോകുന്നു. സ്നേഹവും കണ്ണീരും കൊണ്ട് അവൾ കീഴടക്കി കളഞ്ഞു. കണ്ണോട് കണ്ണ് കാണുമ്പോൾ മനസ്സലിഞ്ഞു പോകും. ഭാര്യയുടെ സ്വാതന്ത്ര്യത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുമ്പോൾ ഹൃദയം തരളമാകും. സ്പർശനമേൽക്കുമ്പോൾ ആസക്തി കുടഞ്ഞുണരും. പിന്നെ ഒരു കുതിരയെപ്പോലെ പൂമുഖമെങ്ങും കുളമ്പടി മുഴക്കി പാഞ്ഞു മുന്നേറാനുള്ള ആവേശം. അവൾ പോയിക്കഴിയുമ്പോൾ സ്വയം ശപിക്കും. ഇനി ഇത് ആവർത്തിക്കുകയില്ലെന്ന് ശപഥമെടുക്കും. യഥാർത്ഥത്തിൽ നിർമ്മലയോട് തനിക്കുള്ള വികാരം എന്താണ്? കേവലം ലൈംഗികമായി സ്നേഹവും ആസക്തിയും മാത്രമല്ലേ ഉള്ളൂ? വാസ്തവത്തിൽ അതല്ലേ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അടിസ്ഥാനം? എങ്കിൽ പിന്നെ എന്തുകൊണ്ട് തൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിർമ്മയെ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല? അതേക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ ഭയമാകുന്നു. പക്ഷെ നിർമ്മല തന്നെ ജീവന് തുല്യ സ്നേഹിക്കുന്നു, ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും. ഈ ബന്ധം അവസാനിപ്പിക്കാൻ എന്താണൊരു വഴി? ഇനി ഇവിടെ വരരുതെന്ന് പറയാൻ തനിക്കാവുമോ? ഇല്ല. വിചാരം കൊണ്ട് വികാരം കൊണ്ടും താൻ അവളെ സ്നേഹിക്കുന്നു. അത് ശരീരത്തിൻ്റെ ആകർഷണമായിരിക്കാം, എന്നാൽ ആത്മാവ് കൊണ്ട് കഴിയുന്നില്ല. സാലിയെ സ്നേഹിച്ചതുപോലെ. പെട്ടെന്നൊരു ഉൾക്കിടിലം. സാലി, അവളുടെ വിവാഹം കഴിഞ്ഞിരിക്കുമോ? വീട്ടിൽ നിന്നുള്ള കത്തുകളിൽ അവളെക്കുറിച്ച് യാതൊരു പരാമർശങ്ങളുമില്ല. ഇപ്പോഴും ഈ നിമിഷം വരെയും മുമ്പത്തേക്കാൾ തീവ്രമായി, അത്യഗാധമായി താൻ സാലിയെ സ്നേഹിക്കുന്നുവെന്ന് ആരും അറിയുന്നില്ല. ആ നിധി നഷ്ടപ്പെട്ടപ്പോഴാണ് അത് മൂല്യമായിരുന്നുവെന്ന് മനസ്സിലാകുന്നത്. എന്തെല്ലാം ഓർക്കാനുണ്ട്. പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്നും പോകുമ്പോഴും വരുമ്പോഴും താനായിരുന്നു അവളുടെ ഗൈഡും എസ്കോട്ടും എല്ലാം. മുഖത്ത് പൗഡറിട്ട് മുടി ചീകി ഒതുക്കി ഇറക്കുന്നത് പോലും തൻ്റെ ജോലിയായിരുന്നു. സാലിയുടെ അമ്മ അപ്പോഴെല്ലാം പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ട്. ഇവളെ ഇങ്ങനെ പഠിപ്പിച്ചാൽ കല്യാണം കഴിഞ്ഞ് നീ തന്നെ ഇതൊക്കെ ചെയ്യേണ്ടി വരും. വയൽവരമ്പിലൂടെ കൈകൾ വിരിച്ച് ആർത്ത് ചിരിച്ചുകൊണ്ട് അവൾ ആഹ്ലാദത്തോടെ തുള്ളി ഓടുന്നത് ഇപ്പോഴും കണ്ണിൽ കാണുന്ന പോലെ. കൊച്ചു കൊച്ചു പിണക്കങ്ങൾ, പരിഭവങ്ങൾ, പരാതികൾ. അവളെ ആരെങ്കിലും കളിയാക്കിയാൽ, നോവിച്ചാൽ ഇടിക്കാനും, അടുത്ത് കിട്ടിയില്ലെങ്കിൽ എറിയാനും പാകത്തിൽ കൊച്ചു കല്ലുകൾ ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് നടപ്പ്. അവൾക്ക് വേണ്ടി എത്രയോ സഹപാഠികളുമായി, കുട്ടികളുമായി, മുതിർന്നവരുമായി വഴക്കിട്ടിരിക്കുന്നു. എന്നും അവളുടെ കാവൽക്കാരനായിരുന്നു. മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നും വെയിലിൽ നിന്നും കാത്തു ഒരു നിധി പോലെ സൂക്ഷിച്ചു. ആ നിധി ഇന്ന് ജോൺസിൻ്റെ ചെന്നികളിലൂടെ കണ്ണുനീരൊഴുകി വീണു. അടുത്ത ദിവസങ്ങളിലൊന്നും നിർമ്മല വന്നില്ല. ജോൺസിന് സമാധാനം അനുഭവപ്പെട്ടു. അവൾ അകലുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നന്നെന്ന് അയാൾ കരുതി. എങ്കിലും ഹൃദയത്തിനേറ്റ അഗാധമായ മുറിവിൻ്റെ വേദനയിൽ നിന്ന് മോചിതനാവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ദിവസങ്ങൾ പിന്നെയും പോയി. ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടൻ അയാളുടെ കണ്ണുകൾ തേടി. നിർമ്മല ഇന്നെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. നേരത്തെ തോന്നിയിരുന്ന ആശ്വാസം ഇപ്പോൾ ഉത്കണ്ഠയായി മാറിയിരിക്കുന്നു. അവൾക്ക് എന്തു സംഭവിച്ചു? ജോൺസ് ആലോചിച്ചു. എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന നേരിയ ഭീതി മനസ്സിലുളവായി. അയാൾ ഡ്രസ്സ് മാറിയിട്ട് വെള്ളം കോരി കുളിച്ചു. മുടി ചീയിക്കൊണ്ടിരുന്നപ്പോൾ വരാന്തിയിൽ കാൽപെരുമാറ്റം കേട്ടു. നിർമ്മലയായിരിക്കുമെന്ന് കരുതി പുറത്തേക്ക് വന്നു. ഓഫീസിലെ പ്യൂൺ സുന്ദരേശൻ. എന്താ സുന്ദരേശ? സുന്ദരേശൻ ഒരു ലോങ് കവർ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു. മൈക്കൽ മുതലാളി തന്നയച്ചതാ. ജോൺ സംഭരുന്നു. എന്തായാലും സുന്ദരേശൻ ഇരിക്കെ, ഇവിടെ ആദ്യം വരികയല്ലേ? ഇല്ല, ധൃതിയുണ്ട്, ഞാൻ പോണ്. അയാൾ ധൃതിയിൽ നടന്നകന്നു. ജോൺസ് മുറിക്കുള്ളിൽ കയറി ഉത്കണ്ഠയോടെ കവറിൻ്റെ ഫ്ലാപ്പ് വലിച്ചിളക്കി. കവറിനുള്ളിൽ നിന്ന് 2 കടലാസുകൾ പുറത്തേക്ക് എടുത്തു നിവർത്തി. ജോൺസ് പൊടുന്നനെ നടുങ്ങി പുളഞ്ഞു. ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടുകൊണ്ടുള്ള ഉത്തരവും കോമ്പൻസേഷനും നാളിതുവരെയുള്ള ശമ്പളവും അടക്കമുള്ള ഡ്രാഫ്റ്റുകൾ. ജനാലയിലൂടെ കടന്നുവരുന്ന കാറ്റ് ചുമരിലെ കലണ്ടർ താളുകളെ ഇളക്കിക്കൊണ്ടിരുന്നു. ജോൺസിൻ്റെ ശിരസ്സെടുത്ത മടിയിൽ വെച്ച് മൃദുവായി മുഖം തഴുകിക്കൊണ്ട് നിർമ്മല ആശ്വസിപ്പിച്ചു. ഞാൻ പറയുന്നത് വിശ്വസിക്കുക. ജോൺസ് ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി. പകച്ച നോട്ടം, വരണ്ട മണൽക്കാട്ടിൽ ഒറ്റപ്പെട്ടു പോയതുപോലെയുള്ള അന്താളിപ്പ്. അയാളുടെ മുഖം വിളറി ചോരമയമില്ലാത്തതുപോലെ കാണപ്പെട്ടു. ഇങ്ങനെ ജീവശവം പോലെ ആയാലോ? തൻ്റെ ഇടമായിരിക്കൂ. ഞാനല്ലേ കൂട്ടിനുള്ളത്. ആപത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന സ്വഭാവം എനിക്കില്ല. നിർമ്മല അയാളുടെ മുടിയിഴകളിലൂടെ വിരൽ ഓടിച്ചു. തൻ്റെ സാധനങ്ങൾ ഏറ്റവും കൂടുതലായി ജോൺസിന് വേണ്ടത് ഇപ്പോഴാണെന്ന് അവൾക്കറിയാമായിരുന്നു. അയാളോടുള്ള സ്നേഹവും വാത്സല്യവും അനുകമ്പയും അവളുടെ ഉള്ളിൽ
നിറഞ്ഞു പതഞ്ഞു. അയാൾ എങ്ങനെ തകർന്നിരിക്കുന്നുവെന്ന് അവൾക്ക് കാണാൻ കഴിഞ്ഞു. അയാൾക്ക് വേണ്ടി ജീവിതം തന്നെ ബലി കഴിക്കാൻ അവൾ സന്നദ്ധയായി. ഞാൻ നശിച്ചു നശിച്ചു ജോൺസ് പിറുപിറുത്തുകൊണ്ടിരുന്നു. ഒന്നും പേടിക്കണ്ട, ഞാനല്ലേ ഉള്ളത്. കുനിഞ്ഞൊരു ശിശുവിനെ പോലെ അവൾ അയാൾക്ക് ചുംബനങ്ങൾ ഏകി. ജോൺസ് ധൈര്യമായി ഇരുന്നോളൂ, ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിനനുസരിച്ച് മുൻകൂട്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. എനിക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയും. ജോൺസിനൊരു പുതിയ ജോലി വേണ്ടിവരുമെന്നറിഞ്ഞു. വളരെ നേരത്തെ തന്നെ ഞാൻ ശ്രമിച്ചു തുടങ്ങിയിരുന്നു. ഒരാഴ്ചക്കകം ഒരു ജോലി നേടിത്തരാൻ എനിക്ക് കഴിയും. ജോൺസ് അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. അത്ഭുതത്തോടെ അവളെ നോക്കി. ഏതാനും നിമിഷം അങ്ങനെ ഇരുന്നു. നന്ദിയും സ്നേഹവും കടപ്പാടും അയാളുടെ കണ്ണുകളിൽ തിളങ്ങി. അയാൾ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. നിർമ്മല എഴുന്നേറ്റ് പോകാനൊരുങ്ങി. രണ്ടുപേരും വരാന്തയിൽ ഇറങ്ങി. ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. തെങ്ങിൻ തോപ്പിനപ്പുറം കായലിലേക്ക് നോട്ടം വിട്ടുകൊണ്ട് ദൃഢസ്വരത്തിൽ നിർമ്മല പറഞ്ഞു. കാറിനരികിൽ വരെ ജോൺസ് അവളോടൊപ്പം ചെന്നു. നിർമ്മല കാറിൽ കയറി. ജോൺസ് സമാധാനമായിട്ട് വിശ്രമിച്ചോളും, ഞാൻ പിന്നെ വരാം. അവൾ കാർ ഓടിച്ചു പോയി. താൻ പ്രതീക്ഷിച്ചിരുന്ന സമയം വരികയാണെന്ന് നിർമ്മലയ്ക്ക് തോന്നി. ഒരു പൊട്ടിത്തെറി അനിവാര്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്താണ് ചെയ്യാനുള്ളത് എന്നതിനെക്കുറിച്ച് അവൾക്ക് വളരെ വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ജീവിതം മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ജോൺസിനൊരു ജോലി നോക്കണം. ഇപ്പോൾ തന്നെ. ആ മനുഷ്യൻ തകർന്നു പോയിരിക്കുന്നു. കൊച്ചു കുട്ടികളുടെ മനസ്സാണ്. നിസ്സാര കാര്യം പോലും തളർത്തിക്കളഞ്ഞു. എങ്കിലും കഴിവും ബുദ്ധിയുമുണ്ട്. പിന്താങ്ങാൻ ഒരാളുണ്ടെങ്കിൽ വളരെ ഉയരത്തിൽ എത്താൻ കഴിയും. ജോൺസിനെ താൻ പിന്താങ്ങും, വളരെ വളരെ ഉയർത്തും. ജോലിക്കാര്യം പ്രയാസമില്ല. മട്ടാഞ്ചേരിയിലെ റെഡ്ഡിയാർ ആൻഡ് സൺസ് ഹിൽ പ്രോഡക്ട്സ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ഒരു ജോലി ഒഴിവുണ്ടെന്ന് അറിഞ്ഞിരുന്നു. പപ്പായുടെ സുഹൃത്താണ് റെഡ്ഡിയാർ. മാത്യൂസിൻ്റെ സഹായം കൂടി ലഭിച്ചപ്പോൾ ജോലി ജോൺസിന് കിട്ടുമെന്ന് ഉറപ്പായി. 4,00,000 രൂപ സെക്യൂരിറ്റി വെക്കണം. എന്നാലെന്ത്, 1,000 രൂപയോളം ശമ്പളമുള്ള ജോലി. ജോൺസ് ചെയ്തിരുന്ന ജോലിയേക്കാൾ എത്രയോ മെച്ചം. സെക്യൂരിറ്റി തുക താൻ ഉണ്ടാക്കിയേ പറ്റൂ. അത് പ്രയാസമില്ല. ജോൺസ് ജോലിയിൽ പ്രവേശിച്ചാൽ ഉടൻ മൈക്കിളിൽ നിന്നും വിവാഹമോചനം നേടണം. തനിക്കും വേണം ഒരു ജോലി. മാത്യു ശ്രമിച്ചാൽ അത് സാധിക്കും. സബ് കളക്ടർ ആയതുകൊണ്ട് നല്ല സ്വാധീനമുണ്ടല്ലോ. അത് കഴിഞ്ഞ് അവൾ സ്വയം പുഞ്ചിരി തൂകി. ഒരു കൊച്ചു വീട് മനസ്സിൽ തെളിഞ്ഞു വന്നു. അവിടെ ഒരു ജോൺസും നിർമ്മലയും മാത്രം. ഒരു കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടാകാതിരിക്കില്ല. അതിനെതിരെ ധീരമായി പിടിച്ചു നിൽക്കണം. നിർമ്മല നിശ്ചയിച്ചുറപ്പിച്ചു. ഇത്ര നാൾ ജീവിതത്തെ അല്പാൽപമായി കുരുതി കൊടുക്കുകയായിരുന്നു. ഒരു ശാപത്തിൽ നിന്ന് ഇനിയെങ്കിലും രക്ഷപ്പെടണം. നിരവധി സംഭവങ്ങളും ഓർമ്മകളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. 2.5 വർഷം മുമ്പ് താലി ചാർത്താനായി മൈക്കിളിൻ്റെ മുന്നിൽ നമ്രമുഖിയായി നിന്നത് അവൾ ഓർത്തു. ലജ്ജാവിവശിയായി മണിയറയിലേക്ക് കടന്നു ചെന്നതോർത്തു. എന്തെന്ത് സ്വപ്നങ്ങളായിരുന്നു, എന്തെന്ത് പ്രതീക്ഷകളായിരുന്നു, എന്തെന്ത് ആശകളായിരുന്നു. ഇപ്പോൾ മൈക്കിളിനോട് വെറുപ്പല്ല, അനുകമ്പയാണ് തോന്നുന്നത്. അയാൾ ദുഃഖിക്കുന്നുണ്ടാവാം, നീറി പുകയുന്നുണ്ടാവാം. എന്നാൽ താനത് തീരെ അർഹിക്കുന്നില്ല. നിർമ്മല പിറ്റേന്ന് മുതൽ ജോൺസിൻ്റെ ജോലി ശരിയാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. സെക്യൂരിറ്റി വയ്ക്കാനുള്ള തുക സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്നെടുത്തു. 3-ാമത്തെ ദിവസം അവൾ ജോൺസിനെ കാണാനെത്തി. അയാളെയും കൂട്ടിക്കൊണ്ട് ഇൻ്റർവ്യൂവിനായി കമ്പനിയിലേക്ക് പോയി. ഇൻ്റർവ്യൂ തൃപ്തികരമായിരുന്നു. മട്ടാഞ്ചേരിയിലെ ഓഫീസിലാണ് തൽക്കാലം ജോലി. ആദ്യത്തെ 3 മാസം പ്രൊബേഷൻ പീരീഡായി കണക്കാക്കും. 3 മാസത്തിന് ശേഷം ജോലി സ്ഥിരപ്പെടുത്തി ഹൈറേഞ്ചിൽ കട്ടപ്പനയിൽ കമ്പനിക്കുള്ള ബ്രാഞ്ചിലേക്ക് അയക്കും. പിന്നെ അവിടെയായിരിക്കും സ്ഥിരം ജോലി. ഇൻ്റർവ്യൂവിന് ശേഷം ജോൺസും നിർമ്മലയും വീട്ടിൽ മടങ്ങിയെത്തി. തനിക്ക് വേണ്ടി പണം സമ്പാദിച്ച് തനിക്കായി ഒരു ജോലി നിർമ്മല നേടിത്തന്നിരിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ ജോൺസിന് പ്രയാസം നേരിട്ടു. അത്രത്തോളം അത്ഭുതകരമായി തോന്നി. അവളോടുള്ള നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കാനാവാതെ അയാൾ വിഷമിച്ചു. ഒടുവിൽ അവളുടെ തോളിൽ കൈകൾ അർപ്പിച്ച് ചേർത്ത് നിർത്തി മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് അയാൾ പതുക്കെ പറഞ്ഞു, നിർമ്മലയോട് എനിക്ക് തീർത്താൽ തീരാത്തത്ര കടപ്പാടുണ്ട്. അയാളുടെ കണ്ണുകൾ ഈറനായി. തീർത്താൽ തീരാവുന്നതേ ഉള്ളൂ. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ നിർമ്മല കാരണമാണ്. അത്രയൊക്കെ ചിന്തിച്ചിരുന്നോ? ഞാൻ അത്രമേൽ നിരാശനായിപ്പോയി. എന്നെ തീരെ ഓർത്തില്ല അല്ലേ? ജീവിക്കേണ്ടെന്ന് തോന്നിയതോ ജീവിച്ചിരിക്കുന്നതോ? രണ്ടും. നിർമ്മല അകന്നുമാറി അയാളെ സൂക്ഷിച്ചു നോക്കി. ഞാനാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് ജോൺസ് കരുതുന്നുണ്ടോ? എന്താ നിർമ്മലയത്? ജോൺസ് അമ്പരന്നു. അവിചാരിതമായി കണ്ടുമുട്ടിയ ചെറുപ്പക്കാരനുമായി ഞാൻ എൻ്റെ ശരീരം പങ്കുവച്ചു. അയാളെ വലയിൽ വീഴ്ത്താൻ വേണ്ടി തന്നെത്താൻ വിൽക്കാൻ തയ്യാറായി. അയാൾക്ക് വേണ്ടി ഞാൻ എൻ്റെ മാനാഭിമാനങ്ങൾ വലിച്ചെറിഞ്ഞു. ഇങ്ങനെയൊക്കെ ജോൺസ് കരുതുന്നുണ്ടോ? ഞാനിന്നൊരു അഭിസാരികയാണെന്ന്, ദുഷ്ട സ്ത്രീയാണെന്ന്? ഗദ്ഗതം കൊണ്ട് അവൾക്ക് തുടരാൻ കഴിഞ്ഞില്ല. ജോൺസ് അവളെ ഗാഢമായി ആശ്ലേഷിച്ചു. നിർമ്മല, ഇങ്ങനെയൊന്നും പറയരുത്. എന്നെ കൂടി വിഷമിപ്പിക്കരുത്. എന്നെ മനസ്സിലാക്കാൻ ഒരാൾ ഉണ്ടാവണമെന്നേ ഞാൻ ആശിച്ചുള്ളൂ. ജോൺസ്, എനിക്കൊരപേക്ഷയേയുള്ളൂ. എന്നെ വെറുക്കരുത്. ഞാൻ തെറ്റ് ചെയ്തുവെങ്കിൽ അത് സ്നേഹത്തിനു വേണ്ടിയാണ്. അവൾ കണ്ണീരോടെ പറഞ്ഞു. നിർമ്മലയെ വെറുക്കാൻ എനിക്കൊരിക്കലും സാധിക്കുകയില്ല. അത് മനസ്സിലാക്കൂ.
അയാൾ അവളുടെ കണ്ണീരൊപ്പി തലോടലും ചുംബനങ്ങളുമേറ്റ് അയാളുടെ മടിയിൽ അവൾ ഒരു ശിശുവിനെ പോലെ അനങ്ങാതെ കിടന്നു. അവൾ അഭിലഷിച്ചു. എന്നുമെന്നും തൻ്റെ കണ്ണീരൊപ്പാൻ ആ ചുണ്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ, എന്നുമെന്നും തൻ്റെ വേദനകളെ തലോടി മാറ്റാൻ ആ വിരലുകൾ ഉണ്ടായിരുന്നെങ്കിൽ. സമയം വളരെയായി, നിർമ്മലയ്ക്ക് പോകണ്ടേ? ജോൺസ് അവളെ താങ്ങി എഴുന്നേൽപ്പിച്ചു. എന്നെ പറഞ്ഞു വിടാനാണ് തിടുക്കമല്ലേ? ശല്യം ഒഴിവാകാമല്ലോ. നിർമ്മല ഇന്ന് പോകാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ വീട്ടിൽ അന്വേഷിക്കുകയില്ലേ? നിർമ്മല എന്നും എന്നോടുകൂടി ഉണ്ടായിരിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് കേൾക്കാൻ അവൾ ആശിച്ചു. ജോൺസ് അവളെ യാത്രയാക്കിയ ശേഷം തിരിച്ചു വന്നു. അടുത്ത തിങ്കളാഴ്ച അയാൾ പുതിയ ജോലിയിൽ പ്രവേശിച്ചു. ജീവിതം വീണ്ടും ആശാവഹമായി നീങ്ങുന്നതായി അയാൾക്ക് തോന്നി. നിർമ്മല ആഴ്ചയിൽ 2 തവണയെങ്കിലും അയാളെ സന്ദർശിക്കാനെത്തി. മൈക്കിളിൻ്റെ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞ വിവരം ജോൺസ് വീട്ടിൽ അറിയിച്ചിരുന്നില്ല. ആരെങ്കിലും അന്വേഷിച്ചു വരുമ്പോൾ സംഗതി പഴയതുപോലെ കുഴപ്പത്തിലേക്ക് നീങ്ങിയെങ്കിലോ എന്നയാൾ ശങ്കിച്ചു. കത്തെഴുതി അറിയിച്ചാൽ ശരിയാവുകയില്ല. നേരിട്ട് വിശദമായി പറഞ്ഞാൽ മാത്രമേ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. വീട്ടിൽ പോകുന്ന കാര്യം നിർമ്മലയോട് പറഞ്ഞു. ശനിയും ഞായറും അവധിയാണ്, തിങ്കളാഴ്ച മടങ്ങാം. നിർമ്മല പറഞ്ഞു. വീട്ടിൽ നിന്ന് പോകുന്നതാണ് നല്ലത്. മനസ്സിന് കുറേ ഉന്മേഷം കിട്ടും. അതെ, തൽക്കാലത്തേക്കെല്ലാം മറക്കാം, എന്നെ ഉൾപ്പെടെ അല്ലേ? ജോൺസ് ശാസിക്കുന്ന മട്ടിൽ നോക്കി. ജോൺസിൻ്റെ വീട്ടിലൊക്കെ എന്നാണാവോ എനിക്ക് വരാനൊക്കുക? ചെറിയ വീടാണ്, അതാണ് ഇഷ്ടം. ജോൺസിൻ്റെ പേരൻസിനെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ കാണാൻ ഒരാഗ്രഹം. അവരൊക്കെ എനിക്ക് വിട്ട് വേണ്ടപ്പെട്ടവരാണെന്ന് തോന്നാറുണ്ട്. നിർമ്മല എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. മനഃപൂർവ്വം മൗനം അവലംബിച്ചു. നാട്ടിലേക്ക് ബസ്സിൽ യാത്ര പോകുന്നതിനിടയിൽ ജോൺസ് നിർമ്മലയെക്കുറിച്ച് ചിന്തിച്ചു. ജീവിതം തകർന്നതിനും പുഷ്ടി പ്രാപിച്ചതിനുമെല്ലാം ഒരേയൊരു കാരണം അവളാണ്. അസ്വസ്ഥതകളെ അകറ്റി ജീവിതത്തിലേക്ക് കൈപിടിച്ച് നയിക്കുന്നത് അവളുടെ സാന്നിധ്യവും സ്നേഹവുമാണ്. അവൾ തനിക്കുള്ളതെല്ലാം സമർപ്പിച്ചു, ആത്മാവും ശരീരവും ഉൾപ്പെടെ. ആപത്തിൽ അവൾ കൈവിട്ടില്ലെന്ന് മാത്രമല്ല, വളരെ സഹായിക്കുകയും ചെയ്തു. പ്രതിഫലമായി ഒന്നും നൽകിയിട്ടില്ല. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പങ്ക്, അതാണ് അവൾ കാക്ഷിക്കുന്നതെന്നും അറിയാം. അവളെ നിരാശപ്പെടുത്തേണ്ടി വരുമല്ലോ. അതോർക്കുമ്പോഴാണ് വിഷമം. നിർമ്മലയെ സ്വീകരിക്കുക എന്നത് അപ്രായോഗികമാണ്. പക്ഷെ നിർമ്മലയേക്കാൾ ബുദ്ധിയും തൻ്റെയും അർപ്പണ മനോഭാവമുള്ള ഒരു ഭാര്യയെ സങ്കല്പിക്കുക കൂടി വേണ്ട. തൻ്റെ ജീവിതയാത്രയിൽ താങ്ങുനണലുമായി നിന്ന് ആത്മവിശ്വാസവും പ്രോത്സാഹനവും നൽകാൻ അവളുണ്ടാവും. എന്നാലും സാലിയുടെ സ്ഥാനത്ത് നിർമ്മലയെ ഒരുപക്ഷെ സാലി വിവാഹിതയായി കഴിഞ്ഞാൽ തനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞേക്കാം. എല്ലായ്പ്പോഴും സാലി ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് വിങ്ങി പൊട്ടുന്നു. എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. അവളുടെ വിവാഹം തീരുമാനിക്കപ്പെട്ടിരിക്കും. കഴിഞ്ഞു കാണുമോ? ഒന്നും അറിയില്ല. ജോൺസ് സ്വയമറിയാതെ നെഞ്ചിൽ കൈയമർത്തി. ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ വഴിക്ക് എങ്ങും സാലിയെ കാണരുതേ എന്നായിരുന്നു പ്രാർത്ഥന. കണ്ടാൽ അവൾ മിണ്ടുകയില്ല, നോക്കുകയില്ല. ഹൃദയത്തെ ചവിട്ടി അരച്ചുകൊണ്ടെന്ന പോലെ നടന്നു പോകും. ആ രംഗം സങ്കല്പിക്കുമ്പോൾ തന്നെ നെഞ്ചു പൊടിയുന്നു. സാലിയുടെ വീടിന് താഴെ കൂടി കടന്നു പോയപ്പോൾ പരിങ്ങലോടെ ചുറ്റും നോക്കി. എവിടെയെങ്കിലും നിൽപ്പുണ്ടോ? കാണാൻ ആശിച്ചു പോവുകയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞ നിധി. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ചുറ്റും കൂടി. രാത്രിയിലാണ് ജോൺസ് പുതിയ കമ്പനിയിൽ ജോലി കിട്ടിയതിനെക്കുറിച്ച് പറഞ്ഞത്. വളരെ സൂക്ഷ്മതയോടെ വിശ്വസനീയമായ വിധത്തിൽ അയാൾ അക്കാര്യം അറിയിച്ചു. മൈക്കിളിൻ്റെ കമ്പനിയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടും. നല്ല ജോലിയാണ്. മാത്രമല്ല വേറെയും ഗുണമുണ്ട്. 3 മാസം കഴിയുമ്പോൾ കമ്പനിയുടെ കട്ടപ്പന ബ്രാഞ്ചിലേക്ക് മാറ്റം കിട്ടും. പിന്നെ എനിക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് ജോലിക്ക് പോകാം. രാവിലെ ബസ്സിന് പോയിട്ട് വൈകിട്ട് തിരിച്ചു വരാമല്ലോ. 1 മണിക്കൂർ നേരത്തെ യാത്രയുണ്ടെന്നല്ലേ ഉള്ളൂ. എല്ലാം കൊണ്ട് ഇതാണ് സൗകര്യമെന്ന് തോന്നി. അത് കാരണം മൈക്കിളിൻ്റെ കമ്പനിയിലെ ജോലി വേണ്ടെന്ന് വെച്ചു. ആർക്കും സംഗതിയുടെ നിജസ്ഥിതിയെക്കുറിച്ച് സംശയമൊന്നും തോന്നിയില്ല. മാത്രമല്ല ജോൺസിന് വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലിക്ക് പോകാൻ തക്ക വിധത്തിൽ ഒരു ജോലി തരപ്പെട്ട് കിട്ടിയതിൽ എല്ലാവരും അതിലെത്തിട്ട് സന്തോഷിക്കുകയും ചെയ്തു. ആകെക്കൂടി എല്ലാവരുടെയും പ്രതീക്ഷയും തണലുമായി ഒരേ ഒരു ആന്തരിയാണുള്ളത്. അവൻ നോട്ടം കൈവിടാതെ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാകുമല്ലോ. രാത്രിയിൽ സെലീന അയാളുടെ അടുത്ത് വന്നിരുന്ന് വളരെ നേരെ സംസാരിച്ചു. സായിയെക്കുറിച്ച് ആരും ഒരക്ഷരം പോലും ഇട്ടാത്തതിൽ ജോൺസിന് അമർഷം തോന്നി. അതറിയാനാണ് വാസ്തവത്തിൽ ഓടി വന്നത് തന്നെ. അവളുടെ വിവാഹം ഉറപ്പിച്ചോ അതോ വിവാഹം കഴിഞ്ഞോ? അവൾക്ക് സുഖമാണോ എന്നൊക്കെ അറിയാൻ മനസ്സ് വെമ്പൽ കൊണ്ടു. ചോദിക്കാൻ കുറ്റബോധം അനുവദിച്ചുമില്ല. ചേച്ചി വിഷാദത്തോടെ പറഞ്ഞു. നീ ക്ഷീണിച്ചു പോയി, വല്ലാതെയായി. ചേച്ചിക്ക് തോന്നുന്നതാ. അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ ഞാൻ ഇന്നല്ലേ നിന്നെ കാണുന്നത്. എനിക്കറിയാം നിന്റെ മനപ്രയാസം. ഇങ്ങനെയൊക്കെ വന്നു പോയില്ലേ, ഇനി സഹിക്കാനല്ലേ പറ്റൂ. ജോൺസ് ആകാംക്ഷയോടെ സെലീനയുടെ മുഖത്തേക്ക് നോക്കി. ആ കൊച്ചിൻ്റെ കാര്യമാണ് കഷ്ടം. എന്തൊരു കോലമായി. ഇപ്പം കാണണം. അതിനെന്തു പറ്റിയോ? സാരിയെക്കുറിച്ചാണ്. ജോൺസിനെ വീർപ്പ് മുട്ടി. ചാക്കോച്ചൻ വേറെ ഒരുപാട് കല്യാണാലോചനകൾ കൊണ്ടുവന്നു. ഒന്നാന്തര ആലോചനകൾ. പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. ചാക്കോച്ചൻ ഒരാലോചന നിർബന്ധിച്ച് നടത്താൻ പരിപാടി ഇട്ടപ്പോൾ അവൾ ചെന്ന്
പള്ളിയിലച്ഛനോട് പറഞ്ഞു. ഒരു കല്യാണത്തിന് സമ്മതമല്ലെന്ന്, മനസ്സമ്മതം പറയുകയില്ലെന്ന്. ചാക്കോച്ചൻ്റെ വീട്ടിൽ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങേര് അവളെ എടുത്തിട്ട് തല്ലുകയോ ചവിട്ടുകയോ എന്തൊക്കെയോ ചെയ്തു എന്നാ കേട്ടത്. അയാൾ നയത്തിലും മയക്കത്തിലും പറഞ്ഞു നോക്കി, ഭീഷണിപ്പെടുത്തി, തല്ലി. അവൾ വഴങ്ങണ്ടേ? ജീവിതത്തിൽ കല്യാണമേ വേണ്ടെന്ന ഒറ്റ വാശി. ജോൺസ് അസ്വസ്ഥതയോടെ കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ടിരുന്നു. കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് ഫെലീന എഴുന്നേറ്റ് പോയി. ജോൺസിന് ഉറക്കം വന്നില്ല. ഹൃദയം വെന്തു പൊടിയുന്നതായി തോന്നി. പാതിരാത്രി കഴിഞ്ഞപ്പോൾ അയാൾ എഴുന്നേറ്റ് മുറ്റത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്നു. കൈകൾ പിറകിൽ പിണച്ചു കെട്ടി ഊരി എവിടെയോ ഒളിച്ചോടുന്ന ഭാവത്തോടെ അഗാധമായ ചിന്തയിലാണ് അയാൾ നടന്നുകൊണ്ടിരുന്നു. ദുഷ്ടൻ! അയാൾ തന്നെത്താൻ പിറുപിറുത്തു. ദുഷ്ടൻ! സാരിയുടെ മനസ്സിൽ താൻ ഏൽപ്പിച്ച മുറിവ് എത്ര അഗാധമാണെന്ന് അയാൾക്ക് ബോധ്യമായി. വീണ്ടും വീണ്ടും സ്വയം ശപിച്ചു. വെളുപ്പാൻ കാലത്ത് എപ്പോഴോ മുറിയിൽ വന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. ജോൺസ് പള്ളിയിൽ പോയി. സാരിയെ ഒരു നോക്ക് കാണാൻ ആശിച്ചുവെങ്കിലും സാധിച്ചില്ല. അവൾ പള്ളിയിൽ വന്നില്ലെന്ന് വിചാരിച്ചു. നാളെ രാവിലെ സ്ഥലം വിടണം. ഓർമ്മകൾ കുത്തിനോവിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടണം. വൈകുന്നേരം കുളിക്കാനിറങ്ങി. നെല്ലുകൾക്ക് നീളം വർദ്ധിച്ചിരുന്നു. കുന്നുകളുടെ ഉച്ചിയിൽ വീണ് തളം കെട്ടിയ അന്തിവയിൽ, തണുത്ത കാറ്റ്. ജോൺസ് തല താഴ്ത്തി ചിന്താധീനനായി കുന്നിറങ്ങിക്കൊണ്ടിരുന്നു. പാറക്കെട്ടിനെ ചുറ്റി വളഞ്ഞ് കുളിക്കടവിലേക്ക് നടന്നു. താഴേക്ക് നോക്കിയ ഉടൻ അയാൾ ചൂളിത്തെറിച്ച് നിന്നു. താഴെ നിന്ന് സാരി കുളി കഴിഞ്ഞ് നനച്ചു പിഴിഞ്ഞ തുണികൾ കൈമടക്കിൽ അടുക്കി പിടിച്ച് കയറി വരുന്നു. കാലുകൾ സ്തംഭിച്ചു പോയി. പാറക്കെട്ടിനിടയിൽ ഓടി ഒളിക്കാൻ ഒരു പഴുതു തേടി. അവൾ തന്നെ കണ്ടു കഴിഞ്ഞു. ജോൺസ് പതുക്കെ താഴേക്ക് ഇറങ്ങി. അയാൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. ഈ നിമിഷങ്ങൾ വളരെ വേഗം കടന്നു പോയിരുന്നെങ്കിൽ. സാരി അടുത്തെത്തി. മുഖമുയർത്തി ഒന്ന് നോക്കി. ക്ഷീണിച്ച് വിളറി, പ്രകാശവും തിളക്കവും പ്രസരിപ്പും നഷ്ടപ്പെട്ട രൂപം. ജോൺസ് മുഖം താഴ്ത്തി. അവൾ മെല്ലെ മുകളിലേക്ക് ചുവടുവെച്ച് കയറി. ജോൺസ് താഴേക്ക് ഇറങ്ങി. പരസ്പരം കടന്നുപോയി. അന്യരെ പോലെ, അപരിചിതരെ പോലെ. ഒന്നിച്ച് ജീവിച്ചവർ, ഒന്നിച്ചുണ്ടവർ, ഒന്നിച്ച് സ്വപ്നങ്ങൾ നെയ്തവർ. ജോൺസിന് പൊട്ടിക്കരയണമെന്ന് തോന്നി. അന്യരെ പോലെ, അപരിചിതരെ പോലെ. എറണാകുളത്തേക്ക് മടങ്ങുമ്പോഴും ജോൺസിൻ്റെ മനസ്സിൽ ആ രംഗം മായാതെ നിന്നു. കണ്ണീരും ചോരയും വാർന്നൊഴുകുന്ന ചിത്രം പോലെ. അസഹ്യമായ വേദനയുടെ കടച്ചിലേക്ക് അയാൾ വീണ്ടും വീണ്ടും ആത്മാവിനെ തള്ളിയിട്ടു. അത് ഞെരുങ്ങി തകർന്നു പൊടിഞ്ഞു. സാരിയുടെ കരഞ്ഞു വീർത്ത ചേതനയേറ്റ് വിളറിയ മുഖം, പ്രകാശം അണഞ്ഞ മിഴികൾ, ക്ഷീണിച്ച അപശമായ രൂപം. എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. ഓരോ രാത്രിയിലും അവൾ ദീനം ദീനം വിലപിച്ചിട്ടുണ്ടാവും. കരൾ മുറിഞ്ഞ് കരഞ്ഞിട്ടുണ്ടാവും. ചെറുകുകളും തൂവലുകളും കരിഞ്ഞുപോയ പക്ഷിയെപ്പോലെ. അപ്പോഴൊക്കെ താൻ മറ്റൊരു സ്ത്രീയോടൊപ്പം. തന്നെത്താൻ കൊത്തി കീറി തുണ്ടുകളാക്കി കഴുകന്മാർക്ക് എറിഞ്ഞു കൊടുക്കാനുള്ള ആവേശം. ആത്മനിന്ദ. ഇത്രത്തോളം വിചാരിച്ചിരുന്നില്ല. തെറ്റ് ഏറ്റു പറഞ്ഞതിന് ശേഷം തന്നെ അവൾ വെറുത്തു തുടങ്ങിയിരിക്കുമെന്നും മറ്റൊരു വിവാഹത്തിന് സമ്മതം മൂളിക്കാണുമെന്നും കരുതി. പക്ഷെ ഓരോ ദിവസവും ഓരോ നിമിഷവും അവൾ തീവ്രമായ വേദനയുടെ അഗ്നിച്ചുരുളുകൾക്കിടയിൽ വെന്തു പിടയുകയായിരുന്നു. അത്രമേൽ ആഴമേറിയ ഒരു മുറിവ് താൻ അവളുടെ ആത്മാവിൽ സൃഷ്ടിച്ചു. അവളുടെ ഹൃദയവികാരങ്ങൾക്കും നിഷ്കളങ്കമായ സ്നേഹത്തിനും സ്വപ്നങ്ങൾക്കും തീ കൊടുത്തു. ഇന്നാ മുറിവുകളുടെ അഗാധകളിൽ ചോരയും കണ്ണീരും തളം കെട്ടിക്കിടക്കുന്നത് കാണുന്നു. അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചിരുന്നെങ്കിൽ ഇത്രയധികം വേദന തോന്നുമായിരുന്നില്ല. ഒരിക്കലും വിവാഹം വേണ്ടത്രേ. അവളുടെ സ്നേഹത്തെ താൻ കുരുതി കൊടുത്തതിന് സ്വയം നശിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യുകയാണോ അവൾ? അതല്ല. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അവൾക്ക് മറ്റൊരാളുടെ ഭാര്യയായിരിക്കാൻ സാധ്യമല്ല. ഉള്ളിൽ ആളിക്കത്തുന്ന തന്നോടുള്ള സ്നേഹത്തിൻ്റെ അഗ്നി തല്ലി അണയ്ക്കാൻ അവൾക്ക് സാധ്യമല്ല. താൻ അറിയാത്ത ഹൃദയമല്ലല്ലോ, ആത്മാവല്ലല്ലോ അത്. ഓർമ്മയായപ്പോൾ ആരംഭിച്ച ആത്മബന്ധം. അവളുടെ മനസ്സിൻ്റെ അന്തരാളത്തിൽ എല്ലാ അറകളിലും കയറി ഇറങ്ങി നടന്ന് കണ്ടവനാണ് താൻ. തൻ്റെ ഓമന ഓരോ നിമിഷവും നീറി പുകഞ്ഞുകൊണ്ടിരിക്കെ നിർമ്മലയോടുള്ള ജീവിതം സങ്കല്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു താൻ. ജോൺസിൻ്റെ കണ്ണുകൾ ഈറനായി. എല്ലാം അവസാനിപ്പിക്കണം. അവൾക്കൊരു ജീവിതം വേണ്ടെങ്കിൽ തനിക്കും അത് വേണ്ട. ഇനിയും ഈ പാപത്തിൻ്റെ വിഴുപ്പ് ചുമക്കാൻ വയ്യ. അയാൾ തീരുമാനിച്ചു. നിർമ്മലയോട് എല്ലാം തുറന്നു പറയണം. മാപ്പ് അപേക്ഷിക്കണം. പിന്തിരിപ്പിക്കണം. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ മനോവേദനയോടെയാണെങ്കിലും അവൾ പിന്മാറാതിരിക്കുകയില്ല. സംഗതികൾ തിരിച്ചറിയാനുള്ള ബുദ്ധി അവൾക്കുണ്ട്. അവൾ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും നിക്കാലവും കാപട്യമില്ലാത്തൊരു കടപ്പാടും നന്ദിയും മനസ്സിൽ സൂക്ഷിക്കുക. പിരിയുക. രാത്രിയിൽ അയാൾ വാടക വീട്ടിലെത്തി. പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോയി. ഉച്ചയ്ക്ക് നിർമ്മല അയാൾക്ക് ഫോൺ ചെയ്തു. ജോൺസ് എത്തിയെന്നറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി. വൈകിട്ട് വരുമെന്ന് ഒരു വിശേഷം അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ റിസീവർ വെച്ചു. നിർമ്മല ആഹ്ലാദത്തോടെ
മുറിയിലൊന്ന് ചുറ്റിത്തിരിഞ്ഞു. അവൾക്ക് നൃത്തം ചെയ്യണമെന്ന് തോന്നി. അതോടൊപ്പം നേരിയ ഉത്കണ്ഠയും തോന്നി. അവൾ സോഫയിൽ വന്നിരുന്ന് ആലോചിച്ചു. ജോൺസിനോട് എല്ലാം തുറന്നു പറയണം. ഒളിച്ചുകളി അവസാനിപ്പിക്കേണ്ട ഘട്ടമായി. ജോൺസിൻ്റെ പ്രതികരണം എന്തായിരിക്കും? പക്ഷേ എത്രയൊക്കെ മറച്ചു പിടിച്ചാലും ജോൺസിന് തന്നോടുള്ള സ്നേഹം അടക്കി വയ്ക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ സ്നേഹിക്കാനും ദുഃഖിക്കാനും അല്ലേ ആ പാവത്തിനറിയൂ. ചിലപ്പോൾ എത്ര പെട്ടെന്നാണ് മനസ്സിടിയുന്നത്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് സന്തോഷിക്കുകയും ചെയ്യും. ജീവിതം പിന്തുണയ്ക്കാൻ ഒരാളുണ്ടെങ്കിൽ ജോൺസിന് ജീവിതത്തിൽ വളരെയധികം നേടാൻ കഴിയും. താൻ പിന്തുണയ്ക്കും, ആത്മവിശ്വാസം നൽകും. അതിന് അവകാശമുണ്ട്. അവകാശം, അതേ അവകാശം, അതാണ് ശരിയായ വാക്ക്. നിർമ്മല തന്നെത്താൻ പുഞ്ചിരി തൂക്കി. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും ജോൺസിൻ്റെ പ്രതികരണം? വാരി അണച്ച് ചുംബനങ്ങൾ കൊണ്ട് മൂടുമോ? ആവോ, കള്ളനാണ്. തൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ജോൺസിന് നന്നായി അറിയാം. പലവട്ടം താനത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിർമ്മല വീർപ്പുമുട്ടലോടെ വൈകുന്നേരം വരെ കഴിച്ചു കൂട്ടി. 6 മണിയായപ്പോൾ കാറുമെടുത്ത് യാത്ര തിരിച്ചു. സന്ധ്യയോടുകൂടി ജോൺസിൻ്റെ വാടക വീട്ടിലെത്തി. കാർ ലോക്ക് ചെയ്യുക പോലും ചെയ്യാതെ അവൾ തിടുക്കത്തിലിറങ്ങി വീടിനുള്ളിലേക്ക് കയറി ചെന്നു. വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ട് ജോൺസ് തിരിഞ്ഞു നോക്കി. അയാൾ കുളി കഴിഞ്ഞ് മുടി ചെയ്യുകയായിരുന്നു. ആ, നിർമ്മല എത്തിയോ? നിർമ്മല അയാളുടെ മുമ്പിൽ ചെന്ന് നിന്ന് മുഖത്തേക്ക് ഇറ്റു നോക്കി. വളരെ കാലത്തിന് ശേഷം ആദ്യമായി കാണുന്നത് പോലെ പൊടുന്നിനെ ശബ്ദം അടക്കി ചിരിച്ചുകൊണ്ട് അവൾ അയാളെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ചു. പിന്നെ ബലമായി തള്ളി നീക്കി കട്ടിലിൽ കൊണ്ടുപോയി ഇരുത്തിയ ശേഷം നെഞ്ചിലേക്ക് ചാരിയിരുന്നു. നിർമ്മല ഇന്ന് നല്ല മൂഡിലാണല്ലോ, ജോൺസ് വിളർച്ചയോടെ പറഞ്ഞു. എന്താ കാര്യം, പറയാമോ? ഞാനെങ്ങനെ പറയും? ക്യാൻ യു ഗസ്? സാധിക്കുന്നില്ല, ശ്രമിച്ചു നോക്കൂ. അവൾ കുസൃതിയോട് ചിരിച്ചു. ജോൺസിന് വിസ്മയം തോന്നി. നിർമ്മല എത്ര സന്തോഷവതിയായി കണ്ടിട്ടില്ല. കൊച്ചുകുട്ടിയെപ്പോലുള്ള വാക്കുകളും ചിരിയും. പറയൂന്നേ. അയാളുടെ കഴുത്തിൽ കൈ ചുറ്റിയിട്ട് അവൾ കെഞ്ചി. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഊഹിച്ചു പറഞ്ഞാൽ മതി. 1 മണിക്കൂർ സമയം തന്നിരിക്കുന്നു. നിർമ്മല ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് അയാൾ ഓർത്തു. ഇത്രമേൽ സ്വാതന്ത്ര്യത്തോടെ അവകാശബോധത്തോടെ പെരുമാറിയിട്ടില്ല. അവളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാനായി അയാൾ തയ്യാറെടുത്തു. എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നറിയില്ല. നിർമ്മലയുടെ വിരലുകൾ കുസൃതി കാട്ടി തുടങ്ങി. അവൾ ചിരിച്ചുകൊണ്ട് അയാളെ തള്ളി വീഴ്ത്തിയിട്ട് ആവേശത്തോടെ ആലിംഗനം ചെയ്തു. കവിളിലും നെഞ്ചിലും മുഖമുരസി. നിർമ്മലേ, ജോൺസ് വളരെ പതുക്കെ വിളിച്ചു. എന്താ? അയാളുടെ മുഖത്തിന് നേരെ അവൾ മുഖമുയർത്തി. വെറുതെ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അയാൾ തളർന്നു. നിർമ്മല പുഞ്ചിരിച്ചു. അയാളുടെ ചുണ്ടിൽ അവൾ അമർത്തി അമർത്തി ചുംബിച്ചു. ഉന്മാദിനിയെപ്പോലെ അവൾ കൂടെ കൂടെ മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ജോൺസിനെ തടയാൻ കഴിഞ്ഞില്ല. ജനാലപ്പടിയിൽ തങ്ങി നിന്നിരുന്ന നിലാവ് മുറിക്കുള്ളിലേക്ക് ഇറങ്ങി മയങ്ങിക്കിടന്നു. നിർമ്മല ആലസ്യത്തിലാണ്ട് ജോൺസിൻ്റെ മാറിൽ മുഖം ചേർത്ത് വെച്ച് ഓരോ നെഞ്ചെടുപ്പും കാതോർത്ത് കേൾക്കുകയായിരുന്നു. ജോൺസിന് ദേഹമാകെ പൊള്ളുന്നതായി തോന്നി. ഇനി സാവധാനം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാമെന്ന് അയാൾ കരുതി. പറയാനുള്ളതെല്ലാം മനസ്സിലടുക്കി. നിർമ്മലേ, ഊഹിച്ചോ? 1 മണിക്കൂർ ആയില്ലല്ലോ. എനിക്ക് ഇത്രയും ക്ഷമയില്ല. എന്നാൽ ഞാൻ തോറ്റിരിക്കുന്നു. നിർമ്മല അയാളുടെ നെഞ്ചിലൂടെ മുഖമുരസി നീക്കി കവളോട് കവിൾ ചേർത്ത് വെച്ചു. പറയട്ടെ, പറയൂ. ഐ ആം പ്രഗ്നൻ്റ്. നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. വികാരവായ്പോടെ അവൾ മന്ത്രിച്ചു. ഇരുട്ടായിരുന്നതിനാൽ ജോൺസിൻ്റെ നടുക്കവും വിളർച്ചയും മഞ്ഞളിപ്പും നിർമ്മല കണ്ടില്ല. അയാൾ തന്നെ വാരി പുണരുന്നതും ഉമ്മ വയ്ക്കുന്നതും കാത്തു കിടക്കുകയായിരുന്നു അവൾ. ജോൺസിൽ നിന്നും പ്രതികരണം ഒന്നുമില്ലെന്ന് കണ്ടപ്പോൾ അവൾക്ക് സങ്കടമായി. എന്താ മിണ്ടാത്തത്? ജോൺസിന് സന്തോഷമായില്ലേ? സന്തോഷമില്ലാഞ്ഞിട്ടല്ല. തണുത്ത സ്വരം. അയാൾ മരവിച്ചു പോയിരുന്നു. ഇഷ്ടമായില്ല അല്ലേ? അവളുടെ സ്വരത്തിലെ നനവും വിറയലും. ഇപ്പോൾ വേണ്ടായിരുന്നു. ഏതാനും നേരത്തേക്ക് രണ്ടുപേരും വീർപ്പടക്കി. നമുക്ക് അബോർഷൻ നടത്താം, ജോൺസ് അറച്ചറച്ച് പറഞ്ഞു. പെട്ടെന്ന് ഞെട്ടിയതുപോലൊരു തേങ്ങൽ. ഞാൻ സമ്മതിക്കില്ല. ജോൺസിനെ ഇതറിയിക്കാനും നിർവൃതി കൊള്ളാനും ഞാൻ എത്ര ആശിച്ചു. ഞാൻ അനുഭവിക്കുന്ന ആനന്ദം ജോൺസിന് അറിയില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല. വിശ്വസിപ്പിക്കാൻ എന്നവണ്ണം ജോൺസ് അവളെ ദേഹത്തോട് ചേർത്തമർത്തി. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ സാഹചര്യം നോക്കണ്ടേ? നിർമ്മല ഒന്നും മിണ്ടാതെ ഏങ്ങലടിച്ചു. ജോൺസ് അവളുടെ കവിളിൽ തലോടി. ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കും. എത്ര കാലം കൊതിച്ചിരുന്നതാണ് ഞാൻ, ദാഹിച്ചിരുന്നവളാണ് ഞാൻ. ഈശ്വരൻ എനിക്ക് നൽകിയ വിധിയാണിത്. ഞാനിത് നശിപ്പിക്കുകയില്ല. വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ജോൺസ് യാന്ത്രികമായി അവളുടെ ശിരസിൽ തഴുകിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞാൽ അവൾ തകർന്നു പോകുമെന്ന് അയാൾക്ക് തോന്നി. പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കാം. നയത്തിൽ പറഞ്ഞ് അബോർഷൻ നടത്തിയേ പറ്റൂ. നിർമ്മലയുടെ ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞെന്നേയുള്ളൂ. സാഹചര്യത്തിന് എന്താണ് കുഴപ്പം? ഞാൻ അഡ്വക്കേറ്റുമായി സംസാരിച്ചു.
ഈ ആഴ്ച തന്നെ ഞാൻ വിവാഹമോചനത്തിന് കോടതിയിൽ കേസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു നടുക്കം കൂടി. ജോൺസ് മലച്ചുപോയി. ഇവൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വിവാഹമോചനം നേടാൻ പോകുന്നത്രേ. ജോൺസ് വല്ലാതെ പകച്ചു. നിർമ്മല തുടർന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. 1 മാസത്തിനകം എനിക്ക് ഒരു ജോലി കിട്ടും. അതിനുശേഷം മതി നമ്മുടെ വിവാഹം. വിവാഹം? ജോൺസ് ഇടിവെട്ടേറ്റതുപോലെയായി. ഹൃദയസ്പന്ദനം നിലച്ചുവെന്ന് തോന്നി. എവിടെയൊക്കെയോ പൊള്ളിക്കരിയുന്നു. ഇനി തനിക്കൊന്നും പറയാനില്ലെന്ന് അയാൾക്ക് ബോധ്യമായി. കുടുങ്ങിപ്പോയിരിക്കുന്നു. എങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. നിർമ്മലയുടെ വീട്ടുകാർ? അത് സാരമില്ല, നമുക്ക് രജിസ്റ്റർ വിവാഹം നടത്താം. ജോൺസ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. നിർമ്മല തനിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചു കഴിഞ്ഞെന്ന് അയാൾക്ക് വ്യക്തമായി. എനിക്ക് ജോൺസിൻ്റെ സ്നേഹം മതി. ജോൺസിൻ്റെ കൂടെയുള്ള ജീവിതം മതി. ജോൺസ് നിശ്ചേഷ്ടനായി മരവിച്ച മട്ടിൽ അനങ്ങാതെ കിടന്നു. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതെൻ്റെ ഭാഗ്യമായി കരുതുന്നു. നമുക്ക് രണ്ടാൾക്കും ജോലിയായാൽ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മാത്രമല്ല ജോൺസിൻ്റെ കുടുംബത്തെ വളരെയധികം സഹായിക്കാനും പറ്റും. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്ന് നിർത്തിയിട്ട് അവൾ തുടർന്നു. നമുക്കൊരു ചെറിയ വീട് മതി. കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ മതി. നമുക്ക് പരസ്പരം സ്നേഹിച്ച് സഹായിച്ചും ജീവിക്കാം. നമുക്ക് വേണ്ടിയും നമ്മുടെ കുഞ്ഞിന് വേണ്ടിയും. എനിക്കൊരു ഭാര്യയായിട്ട് ജീവിക്കണം, അമ്മയായിട്ട് ജീവിക്കണം. നമ്മൾ രണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളും മാത്രം അടങ്ങുന്ന ഒരു കുടുംബം. നമ്മുടെ ജീവിതം. അവൾ വികാരതരളിതയായി ലോലവും എന്നാൽ അഗാധവുമായ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ എന്തുമാത്രം കൊതിച്ചതാണ്. ഇതെല്ലാം വൈകിട്ടാണെങ്കിലും എല്ലാം വേണ്ടുവോളം എനിക്ക് ലഭിച്ചു. സ്നേഹവും ലാളനയും എല്ലാം. എനിക്കിപ്പോൾ സങ്കടമില്ല. ജോൺസ് അവളെ കൂടുതൽ തന്നോട് ചേർത്തമർത്തി. അയാളുടെ സ്നേഹവും കാരുണ്യവും അവളുടെ ഉള്ളിൽ തട്ടി. എനിക്ക് സ്വത്തും പദവിയും വേണ്ട, മനഃശാന്തി മാത്രം മതി. ജോൺസിൽ നിന്ന് എനിക്കത് ലഭിക്കും, അത് മതി. അവൾക്ക് പിന്നെയും പറയണമെന്നുണ്ടായിരുന്നു. ചിരിക്കുമ്പോൾ നമുക്കൊന്നിച്ച് ചിരിക്കാം, കരയുമ്പോൾ നമുക്കൊന്നിച്ച് കരയാം, നമുക്കൊരു ഉരുക്കുകോട്ടയായി ഒന്നിച്ച് നിൽക്കാം. ജോൺസ് മുഖം തിരിച്ച് അവളുടെ മുഖം പിടിച്ച് ചേർത്ത് അമർത്തി ചുംബിച്ചു. നിർമ്മല എഴുന്നേറ്റ് ലൈറ്റിട്ടു. ഉടുപുടവകൾ നേരെയാക്കി മുടി ചീകി ഒതുക്കി. ജോൺസ് കിടക്കയിൽ തന്നെ കിടക്കുകയായിരുന്നു. അയാൾ അഗാധമായ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണെന്ന് നിർമ്മലയ്ക്ക് തോന്നി. മുഖം വന്യവും കഠിനവുമായി തീർന്നിരിക്കുന്നു. നിർമ്മലയ്ക്ക് ആശങ്ക തോന്നി. അവൾ അടുത്തു ചെന്നിരുന്നു. ജോൺസ് അത് അറിഞ്ഞില്ലെന്ന് തോന്നി. ചുമരിലേക്ക് തറച്ചു നോക്കുന്ന വജ്രതുല്യമായ കണ്ണുകൾ, മുഖത്തും കഴുത്തിലുമുള്ള പേശികൾക്ക് വലിച്ചിൽ. നിർമ്മല തൊട്ടു വിളിച്ചപ്പോൾ അയാൾ ഞെട്ടിയതുപോലെ മുഖം തിരിച്ച് ഒരു നിമിഷത്തേക്ക് അവളെ പകച്ചു നോക്കി. പിന്നെ പുഞ്ചിരിച്ചു. എനിക്ക് പോകണം, സമയം വളരെയായി. നിർമ്മല പോകാൻ ഭാവിച്ചു. ജോൺസും അവളോടൊപ്പം ചെന്നു. കാറിൽ കയറിയിരുന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ ഇനി 2 ദിവസം കഴിഞ്ഞേ വരൂ. ജോൺസ് മ്ലാനവദനായി നിന്നു. ഇവിടെ കാണില്ലേ, മരിച്ചില്ലെങ്കിൽ. നിർമ്മലയുടെ മുഖത്ത് സങ്കടവും പരിഭ്രമവും വ്യാപിച്ചു. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ജോൺസ് വിട്ടിച്ചിരി ചിരിച്ചു. ഇങ്ങനത്തെ തമാശകൾ പറയണ്ട. ഇനി പറയുകയില്ല. നിർമ്മല കാർ തിരിച്ചു. ജോൺസ് അടുത്തേക്ക് ചെന്ന് വിൻഡോവിലൂടെ അകത്തേക്ക് തലയിട്ട് അവളുടെ കഴുത്തിൽ കൈ ചുറ്റി മുഖത്തോട് ചേർത്തമർത്തി. ശ്വാസം മുട്ടിയപ്പോൾ നിർമ്മല കുതിറി മാറിയിട്ട് സ്നേഹശാസനകളോടെ അയാളെ നോക്കി കണ്ണ് ചിമ്മി. കാർ നീങ്ങി. ഗുഡ് നൈറ്റ്. നിർമ്മല കൈ പുറത്തേക്ക് വീശി കാണിച്ചു. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ. ജോൺസ് പിറുപിറുത്തു. നോവൽ നാളെ തുടരും.